ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയ അവസരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഏകദേശം എത്ര കവിഞ്ഞിരുന്നു? ഉത്തരം 1.5 ലക്ഷം. ഇന്ത്യക്കാർ ട്രാൻസ്വാളിൽ നേരിട്ട പ്രശ്നം എന്തായിരുന്നു? ഉത്തരം ട്രാൻസ്വാളിൽ പ്രവേശിക്കാൻ 3 പൗണ്ട് കരമടക്കേണ്ടിയിരുന്നു. കൂടാതെ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങാനോ അനുവാദമില്ലാതെ പുറത്തിറങ്ങാനോ കഴിയുമായിരുന്നില്ല. ആദ്യത്തെ ഉടമ്പടി പ്രകാരമുള്ള തൊഴിലാളികൾ ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1860 നവംബർ 16. സത്യാഗ്രഹ കാലത്ത് ട്രാൻസ്വാളിലെ താമസക്കാരായ ഇന്ത്യൻ ജനതയുടെ എത്ര ശതമാനം ആളുകൾ അവിടുത്തെ വിവിധ ജയിലുകളിൽ തടവ് അനുഭവിച്ചിരുന്നു? ഉത്തരം 30%. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ ഇന്ത്യൻ വിരുദ്ധ മനോഭാവത്തിന്റെ തീവ്രത കുറവായിരുന്നത് ഏതു ഭാഗത്തായിരുന്നു? ഉത്തരം കേപ്പ് കോളനി. ഇന്ത്യൻ തൊഴിലാളികൾ ഉടമ്പടി പ്രകാരം ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി എത്ര കാലത്തേക്കായിരുന്നു വന്നത്? ഉത്തരം 5 വർഷം. ഇന്ത്യൻ തൊഴിലാളികൾ ഉടമ്പടി പ്രകാരം ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി എത്ര കാലത്തേക്കായിരുന്നു വന്നത്? ഉത്തരം 5 വർഷം. ഉടമ്പടി പ്രകാരമുള്ള തൊഴിലാളികളും മറ്റു തൊഴിലാളികളും കൂടുതലായി എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം ഉത്തർപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും. ഏത് കോടതിയിൽ വെച്ചായിരുന്നു സ്വന്തം കക്ഷി കള്ളം പറഞ്ഞതിനെ തുടർന്ന് ഗാന്ധിജി വിസ്താര വേളയിൽ തന്റെ കേസ് പിൻവലിക്കാൻ ജഡ്ജിയോട് ആവശ്യപ്പെട്ടത്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജി പോലീസ് സംരക്ഷണതയിൽ ഒരു ഷെൽട്ടറിൽ താമസിക്കുമ്പോൾ ചുറ്റുപാടും വെള്ളക്കാരായ അലമുറയിടുന്ന തെന്മാടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ സമയം ഗാന്ധിജിക്ക് വേഷം മാറി കുടുംബസമേതം സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാനായി ഒരു സന്ദേശം ലഭിച്ചു. ഗാന്ധിജി സന്ദേശം സ്വീകരിക്കുകയും വേഷം മാറി രക്ഷപ്പെടുകയും ചെയ്തു. ആരായിരുന്നു ഈ സന്ദേശം അയച്ചത്? ഉത്തരം അലക്സാണ്ടർ. ഗാന്ധിജി സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും 2 കുറ്റാന്വേഷകരോടൊപ്പം രക്ഷപ്പെട്ടത് ഏത് വേഷത്തിലായിരുന്നു? ഉത്തരം ഭാരതീയ പോലീസുകാരന്റെ വേഷത്തിൽ. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും കൂലിപ്പണിക്കാരായിരുന്നു. തൊഴിലാളികൾ താമസിച്ചിരുന്ന സ്ഥലത്തിന് ഇംഗ്ലീഷുകാർ നൽകിയ പേര് എന്താണ്? ഉത്തരം കൂലി ലൊക്കേഷൻ. ആദ്യമായി ഗാന്ധിജിയുടെ മുന്നിലെത്തിയ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ അടിമ തൊഴിലാളി ആരാണ്? ഉത്തരം ബാലസുന്ദരം. പ്രെട്ടോറിയയിലേക്കുള്ള യാത്രാ മധ്യേ ഗാന്ധിജിയെ ഇറക്കിവിട്ട സ്റ്റേഷൻ ഏതാണ്? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചിരുന്ന ഗാന്ധി കുടുംബത്തിലെ അംഗം ആരാണ്? ഉത്തരം മണിലാൽ ഗാന്ധി. ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിത വീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പുസ്തകം? ഉത്തരം അൺടു ദി ലാസ്റ്റ്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം വ്യക്തിയുടെ പൊതുനന്മ, തൊഴിലിന്റെ മാന്യത, അധ്വാനിച്ചുള്ള ജീവിതം. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? ഉത്തരം HSL പോളാക്ക്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജിക്ക് നൽകിയ HSL പോളാക്ക് ഏത് പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപ സമിതി അംഗമാണ്? ഉത്തരം ദ ക്രിട്ടിക്. ഗാന്ധിജി അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിന്റെ ആശയം ആദ്യമായി ആരോടാണ് പങ്കുവച്ചത്? ഉത്തരം ആൽബർട്ട് വെസ്റ്റ്. അൺടു ദി ലാസ്റ്റ് എന്ന പുസ്തകത്തിന് ഗാന്ധിജി നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം സർവോദയം. ഗാന്ധിജിയെ സർവോദയം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഉത്തരം എല്ലാവരുടെയും ക്ഷേമം. ദക്ഷിണാഫ്രിക്കയിലെ ഏത് യൂണിറ്റിലായിരുന്നു കൂടുതൽ ഇന്ത്യക്കാർ പാർത്തിരുന്നത്? ഉത്തരം നേറ്റാൾ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ ആരംഭിച്ച സംഘടന ഏതാണ്? ഉത്തരം നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ആരംഭിച്ച വർഷം? ഉത്തരം 1894 മെയ് 22. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ചിരുന്ന പദവി എന്തായിരുന്നു? ഉത്തരം ഓണററി സെക്രട്ടറി. നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് വർഷത്തിൽ എത്ര തവണ യോഗം ചേർന്നിരുന്നു? ഉത്തരം 12.
നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ദാദാ അബ്ദുള്ള സേട്ട്. ഗാന്ധിജി തന്റെ അസാന്നിധ്യത്തിൽ നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന്റെ ചുമതല ആരെയാണ് ഏൽപ്പിച്ചത്? ഉത്തരം ആദംജി മിയാഖൻ. നേറ്റാൾ സുപ്രീം കോടതിയിൽ ഏക ഇന്ത്യൻ അഭിഭാഷകൻ എന്ന നിലയിൽ ഗാന്ധിജി നിയമിതനായത് എന്നാണ്? ഉത്തരം 1894 സെപ്റ്റംബറിൽ. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഫ്രിക്കയെ പറ്റി ഒരു പ്രമേയം പാസാക്കിയത്? ഉത്തരം 1894. ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ ഗാന്ധിജിയെ കളിയാക്കി വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഉത്തരം കൂലി ബാരിസ്റ്റർ. പ്രെട്ടോറിയയിലെ റോഡിലൂടെ നടക്കുമ്പോൾ മുന്നറിയിപ്പ് നൽകാതെ ഒരു കൂട്ടം പോലീസുകാർ ഗാന്ധിജിയെ ആക്രമിക്കുകയുണ്ടായി. ഇത് കണ്ട ദൃക്സാക്ഷി സ്വയം സാക്ഷി പറയാൻ തയ്യാറായി. അയാളോട് ഗാന്ധിജിയുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം വ്യക്തിപരമായ പരാതികളുമായി താൻ കോടതിയിൽ പോകില്ല എന്നും അതിനാൽ പോലീസുകാരോട് ക്ഷമിക്കുന്നു എന്നും. ഗാന്ധിജിയുടെ ആദ്യ പൊതുപ്രസംഗത്തിൽ ഗാന്ധിജി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു? ഉത്തരം കച്ചവടക്കാർ സത്യസന്ധത പാലിക്കണം, ഇന്ത്യക്കാർ ശുചിത്വം പാലിക്കണം, ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾ മറക്കണം, സംഘടനകൾ രൂപീകരിക്കണം, ഒഴിവു സമയങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കണം. പൊതുപ്രവർത്തനവും പണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഗാന്ധിജിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഉത്തരം പൊതുപ്രവർത്തനത്തിന് ആരും പ്രതിഫലം പറ്റരുത്, സംഭാവനയിലൂടെ സ്വീകരിക്കുന്ന പണം ആവശ്യത്തിലേറെ ആകരുത്, വാങ്ങുന്ന പണത്തിന് രസീത് നൽകണം, കണക്കുകൾ സൂക്ഷിക്കുകയും വേണം, പണം കടം വാങ്ങരുത്. ട്രാൻസ്വാളിലും ഓറഞ്ച് സ്റ്റേറ്റിലും ഇന്ത്യക്കാർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ഗാന്ധിജി എഴുതിയ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം. സുലു ലഹളയിൽ ഗാന്ധിജിയുടെ പങ്ക് എന്തായിരുന്നു? ഉത്തരം ആംബുലൻസ് സേനാ നായകൻ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ള ഗാന്ധിജിയുടെ സേവനം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് എന്നായിരുന്നു? ഉത്തരം ബോവർ യുദ്ധകാലത്ത്. ബോവർ യുദ്ധത്തിൽ ആംബുലൻസ് യൂണിറ്റ് സംഘടിപ്പിച്ചത് കണക്കിലെടുത്ത് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി എന്താണ്? ഉത്തരം കൈസർ ഇ ഹിന്ദ്. 1896 കുടുംബത്തെ ഇന്ത്യയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഗാന്ധിജി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. കപ്പൽ യാത്രക്കിടെ ഗാന്ധിജി പഠിക്കാൻ ശ്രമിച്ച ഭാഷകൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ഉറുദുവും തമിഴും. ഗാന്ധിജി രണ്ടാമതായി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം? ഉത്തരം 1896 ഡിസംബർ 18. ഗാന്ധിജി രണ്ടാം തവണ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയപ്പോൾ എത്ര കാലമാണ് താമസിച്ചത്? ഉത്തരം 5 വർഷം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഡർബനിൽ ഇന്റർനാഷണൽ പ്രിന്റിംഗ് പ്രസ് രൂപീകൃതമായത് എന്നാണ്? ഉത്തരം 1898. ഇന്ത്യയിൽ എവിടെ വെച്ചാണ് ഗാന്ധിജിക്ക് ദക്ഷിണാഫ്രിക്കയിലെ ചലനങ്ങളെപ്പറ്റി സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ചത്? ഉത്തരം മദ്രാസ്. ബ്രിട്ടീഷുകാരും ബോവർമാരും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഗാന്ധിജി ബോവർമാരുടെ ദയ കാണിച്ചു എങ്കിലും അദ്ദേഹം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഏത് മാസത്തിലായിരുന്നു ഈ യുദ്ധം? ഉത്തരം ഒക്ടോബറിൽ. ഗാന്ധിജി ബ്രിട്ടീഷ് ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇന്ത്യൻ ആംബുലൻസ് സൈന്യത്തെ സംഘടിപ്പിച്ചു. 1200 വോളണ്ടിയർമാരെ ചേർത്തു. അതിൽ ഇന്ത്യക്കാർ എത്രയുണ്ടായിരുന്നു? ഉത്തരം 300. ദക്ഷിണാഫ്രിക്കയിലെ വിരാംഗമയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച പട്ടുനാട സമ്പ്രദായത്തെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആരാണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ട്രാൻസ്വാളിൽ പ്രഖ്യാപിച്ച ഇന്ത്യക്കെതിരെയുള്ള ഓർഡിനൻസിനെ കുറിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ ധരിപ്പിക്കാൻ 2 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു. ആരൊക്കെയായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ? ഉത്തരം ഗാന്ധിജിയും HO അലിയും.
പോലീസിന്റെ ഇടപെടലില്ലാത്ത ഏതു സമയത്തും ട്രാൻസ്വാളിൽ പുറത്തിറങ്ങി നടക്കാൻ ഗാന്ധിജിക്ക് അധികാരം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ ക്രൗസെ.